നമസ്കാരം. ഇസ്ലാമിക ഭീകരവാദത്തിന് ഇരയായ കേരള പെൺകുട്ടികളുടെ നേർചിത്രം വരച്ചു കാട്ടിയ ചലച്ചിത്ര കാവ്യം കേരള സ്റ്റോറിയുടെ പ്രദർശനം വീണ്ടും വിവാദത്തിലേക്ക്. കഴിഞ്ഞ ദിവസം ദൂരദർശനിൽ ചിത്രം സംപ്രേഷണം ചെയ്തതോടെയാണ് വലിയ വിവാദമുണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതിനെ തുടർന്ന് കേരളത്തിലെ പ്രമുഖ ക്രിസ്തീയ സഭകൾ, അതിരൂപതകൾ ഇപ്പോൾ ചിത്രം പ്രദർശിപ്പിക്കുകയാണ്. അവരുടെ തന്നെ കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതികരണമാണ് ചിത്രത്തിന് പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നത്. എന്നാൽ ഈ ചിത്രം റിലീസായ സമയം കഴിഞ്ഞ വർഷം ഏകദേശം ഈ ഏപ്രിൽ മെയ് സമയങ്ങളിലാണ് ഈ ചിത്രം റിലീസ് ചെയ്യുന്നത്. കേരളത്തിൽ പക്ഷേ അധികമൊന്നും റിലീസ് ചെയ്യാത്ത ചിത്രങ്ങൾ ചില കേന്ദ്രങ്ങളിൽ മാത്രമാണ് അന്ന് റിലീസിംഗ് നടന്നത്. ഒരുപക്ഷെ ഈ ചിത്രത്തിൻ്റെ ആദ്യ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഈ ചിത്രം കേരളത്തിലെ പ്രേക്ഷകർ കാണണം എന്ന നിർബന്ധ ബുദ്ധിയിൽ ഇതിൻ്റെ പ്രത്യേക പ്രദർശനങ്ങൾ ഒരുക്കിയത് തത്വമയി നെറ്റ്വർക്കായിരുന്നു. അന്ന് തിരുവനന്തപുരത്തും പന്തളത്തുമായി 6ഓളം പ്രദർശനങ്ങളാണ് തത്വമയി നെറ്റ്വർക്ക് ഒരുക്കിയത്. പ്രത്യേകിച്ചും ഇതിൽ പറയുന്ന ഒരു ഇടത് ഇക്കോസിസ്റ്റത്തിൽ അധിഷ്ഠിതമായ ജിഹാദി സംവിധാനങ്ങൾ എങ്ങനെയാണ് ഈ പെൺകുട്ടികളെ അവരുടെ വലയിൽ വീഴ്ത്തിക്കൊണ്ട് മതം മാറ്റലിന് അല്ലെങ്കിൽ മതം മാറ്റൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൊണ്ടുപോവുകയും ലൈംഗിക അടിമകളാക്കി മാറ്റി അവരെ ജിഹാദി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് ചിത്രം പ്രതിപാദിച്ചിരുന്നത്. അതും കേരളത്തിലെ ചില സംഭവങ്ങൾ, യഥാർത്ഥ സംഭവങ്ങളെ ദൃശ്യവൽക്കരിച്ചുകൊണ്ട് തന്നെയായിരുന്നു ആ ചിത്രം ഒരുക്കിയത്. സുദീപ് തോസൻ ഒരുക്കിയ ആ ചിത്രം അന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. കേരള മുഖ്യമന്ത്രി അടക്കം ചിത്രത്തിനെതിരെ പറഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ ചിത്രം ദൂരദർശനിൽ വന്നപ്പോൾ അല്ലെങ്കിൽ ക്രിസ്തീയ സഭകൾ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതേ സ്റ്റാൻഡിൽ തന്നെയാണ് കേരള മുഖ്യമന്ത്രി ഇപ്പോൾ രംഗത്തുള്ളത്. അദ്ദേഹം വീണ്ടും ഈ ചിത്രത്തിനെതിരെ പറയുന്നു. എന്നാൽ ഈ ചിത്രം കാണുന്നവർക്ക് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകും. ഇതൊരു മതസമുദായത്തെ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ ആക്ഷേപിക്കാനുള്ള ചിത്രമല്ല. എന്നാൽ ആ മതത്തിൻ്റെ ഏറ്റവും ഭീകരമായ മുഖം, ആ ഭീകര മുഖം വച്ച് ഇതിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നവരുടെ അല്ലെങ്കിൽ അത്തരത്തിൽ പെൺകുട്ടികളെ വലയിലാക്കുന്നവരുടെ ഒരു നേർചിത്രം തന്നെയാണ് ഈ സിനിമ പ്രതിപാദിക്കുന്നത്. എന്തായാലും അന്ന് തത്വമയി ഈ പ്രദർശനം ഒരുക്കിയപ്പോൾ ഈ ചിത്രം കണ്ട ശേഷം വളരെ വികാരനിർഭരമായിട്ടാണ് പ്രേക്ഷകർ ഇതിനോട് പ്രതികരിച്ചത്. ആ പ്രതികരണങ്ങൾ നമുക്ക് ഒന്നുകൂടി കാണാം. നമ്മുടെ ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ ഇങ്ങനെ നടക്കുന്നതെന്നുള്ളത്. സത്യത്തിൽ സിനിമ കൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കണില്ലല്ലോ. ഇത് തികച്ചും നടക്കുന്ന കാര്യങ്ങളല്ല, ഇനിയും നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വളരെ റിയൽ ആയിട്ടുള്ള കാര്യമല്ല, ഇത് വളരെ ഫാന്റാസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല സിനിമയാണ്, എല്ലാവരും കാണേണ്ട സിനിമയാണ്. ഓക്കെ, വളരെ നല്ല സിനിമയാണ്. ഇത് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇത് മസ്റ്റ് സീ, ഓൾ ഇന്ത്യ ഷുഡ് സീ ദിസ്. ഗംഭീര സിനിമ. കേരളത്തിലെ എല്ലാവരും അത് കണ്ടിരിക്കേണ്ട സിനിമയാണ്. കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെ മുഴുവൻ എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിനെ ഇന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ആണ് ഈ സിനിമ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അത് മറ്റുള്ളവർ കാണണ്ട അല്ലെങ്കിൽ കാണരുത് എന്ന് കുറേ ആൾക്കാർ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ തീവ്രവാദികളുടെ എന്താ പറയുക, എന്തെങ്കിലും ഫേവർ കിട്ടുന്ന ആൾക്കാരായിരിക്കാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫിലിമിലെ സെൻട്രൽ ക്യാരക്ടർ എൻ്റെ മകളുടെ വളരെ അടുത്തൊരു ഫ്രണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടി അന്ന് അനുഭവിച്ചത് തന്നെ എനിക്ക് താങ്ങാൻ പറ്റാത്തൊരു ഇതായിരുന്നു. ഇപ്പോൾ ഇത് നേരിട്ട് കണ്ടപ്പോൾ അറിയില്ല, ആ കുട്ടിയുടെ വീട്ടിൻ്റെ കിച്ചൺ വരെ പോകാനും അവിടെ ഇരുന്ന് ഒന്നിച്ച് പല ദിവസങ്ങളിലും ആഹാരം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അറിയില്ല ഇത്രയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് സഹിക്കേണ്ടി വരുന്നു എന്നുള്ളത്. പക്ഷേ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാൽ, എന്തിനാണ് പല ഫിലിമുകളും റിയൽ സ്റ്റോറീസാണ് എന്ന് എഴുതി കാണിച്ച് തന്നെ ടെലികാസ്റ്റ് ചെയ്യാറുണ്ട്, തിയേറ്ററുകളിൽ വരാറുണ്ട്. ഇത് നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ഒരു റിയൽ സ്റ്റോറി, അത് ഇങ്ങനെ വന്നപ്പോൾ മാത്രം എന്തിനൊരു കോൺട്രവേഴ്സി എന്ന് മനസ്സിലാവുന്നില്ല. പുതിയ ജനറേഷനിലെ എല്ലാ പിള്ളേരും കാണേണ്ട സിനിമയാണ്. പ്രത്യേകിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ എല്ലാ നമ്മുടെ പെൺമക്കളും ആൺമക്കളും കാണേണ്ട സിനിമയുണ്ട്. ഇത് നല്ലൊരു സന്ദേശം നൽകുന്ന ഒരു സിനിമയാണിത്. ഇത് നമുക്ക് ഈ സിനിമ ആരും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് അറിയത്തില്ല. വളരെ സക്സസ്ഫുൾ ആയിരുന്നു റിയൽ സ്റ്റോറി. ശരിക്കും കേരളീയരും ഇന്ത്യക്കാരും മനസ്സിലാക്കേണ്ട ഒരു സിനിമയാണ്. നിരവധിക്കാർ ആൾക്കാർ കാണട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നേരത്തെ കാണണ്ടായിരുന്നു, നേരത്തെ വരേണ്ടായിരുന്നു, ഇപ്പോഴാണ് താമസിച്ചു. കണ്ടായിരുന്നു, കൊള്ളായിരുന്നു. ഇപ്പോഴത്തെ ജനറേഷനിൽപ്പെട്ട യുവാക്കളും യുവതികളും കാണേണ്ട ഒരു ചിത്രമാണ്. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഗംഭീര പടം. ഫാമിലിയായിട്ട് കാണേണ്ടതാണ്.
ശരിക്കും എന്ന് പറഞ്ഞാൽ സ്റ്റോറി ഭയങ്കരമായിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ അതായത് യുവാക്കളായ സ്ത്രീകൾ, ശരിക്കും പറഞ്ഞാൽ കുട്ടികളെല്ലാം കൊണ്ടുവന്ന് കാണിക്കേണ്ടത്, അമ്മമാരടക്കം. കാരണം അത്ര സങ്കടപ്പെടുന്ന ഒരു വിഷയമാണ്. അതിലേക്ക് ലയിച്ചിരുന്ന അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റോറി നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ വിവാദത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് യഥാർത്ഥ സത്യസന്ധമായ കേരളത്തിൽ നടക്കുന്ന കാര്യം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നില്ലേ. വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് എല്ലാവരും, തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കണം. വളരെ നല്ല ചിത്രം. ഇത് സത്യം മൂടി വയ്ക്കപ്പെട്ടാലും, എത്ര കണ്ട് മൂടി വയ്ക്കപ്പെട്ടാലും ഒരു നല്ലത് പുറത്തു വരും. വളരെ ഡിസ്റ്റർബിംഗ് ആയി കണ്ടപ്പോൾ. നല്ല നന്നായിട്ടുണ്ട്. ഓ സൂപ്പർ സൂപ്പർ, നന്നായിരുന്നു പടം. മലയാളികൾ കാണേണ്ട സിനിമ. തീർച്ചയായിട്ടും പെൺകുട്ടികളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഫിലിം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് ആ കുട്ടികളൊക്കെ ആയിട്ട് ഞാൻ കുറേ കുട്ടികളായിട്ട് ഇങ്ങനെ ഒരു സംവാദമൊക്കെ നടത്തിയിട്ടുണ്ട്. അതല്ല, അവരായിട്ടൊരു ടോക്കൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അവരുടെ അനുഭവങ്ങൾ കുറേ നേരിട്ട് കേട്ടിട്ടുമുണ്ട്. നന്നായിരുന്നു. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇത് പെൺകുട്ടികളും അമ്മമാരും ഒക്കെയാണ് വന്ന് കാണേണ്ടത്. അതേമാതിരി ഹിന്ദുക്കൾ സനാതനധർമ്മം വളർത്താത്തതിൻ്റെ തെറ്റും ഇവിടെ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് മറ്റുള്ള ഹിന്ദു സ്കൂളുകളിലും ഇത് കാണിക്കണം എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. ഗംഭീരം പടം. പിന്നെ നമ്മളെ ഏറ്റവും ചിന്തിപ്പിക്കുകയും പേടിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നത് നടന്ന സംഭവമാണ്. ഒരു 5 വർഷത്തെ റിസർച്ചിന് ശേഷം എടുത്തത് ഒരു കഥയല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സിനിമയെ നിശബ്ദമാക്കാൻ വേണ്ടി ഈ കോൺഗ്രസ് മാർക്സിസ്റ്റ് കൂട്ടുകെട്ടി ജിഹാദികളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നുണ്ട്. ഗൂസ് ബംസ് അസൽ പടം. കുട്ടികൾ പ്രത്യേകിച്ചും കണ്ടിരിക്കേണ്ടതാണ്. എനിക്കൊന്ന് കുടുംബങ്ങൾ കണ്ടിരിക്കേണ്ടതാണ്. പെൺകുട്ടികളും ആൺകുട്ടികളും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ടതാണ്. പക്ഷെ അത്രയൊരു ആക്സെപ്റ്റൻസ് ഇതിന് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ സിനിമ കാണാൻ വരുമ്പോൾ പേടിച്ചിട്ട് മറ്റുള്ളവരെന്ത് വിചാരിച്ചിട്ട് അങ്ങനെ പേടിപ്പിക്കുന്ന ഒരു നറേറ്റീവും കൂടെ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരും വന്ന് കാണേണ്ടതാണ്. ഉഗ്രം പടം. ഹൃദയസ്പർശിയായ ഒരു ചിത്രമാണ്. അന്താരാഷ്ട്ര ഭീകരത ലോകത്തൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഒരു മൈക്രോ ആയിട്ടുള്ളൊരു പകർത്തലാണ് കണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര ഭീകരത പലതരത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെന്ന് കേൾക്കുമ്പോൾ വളരെ ഞെട്ടലുളവാക്കുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാജറേഷനൊന്നും ഇല്ല. നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. വളരെ നല്ല സിനിമയാണ്. എല്ലാ രീതിയിലും അതിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണേണ്ട സിനിമ തന്നെയാണ്. സൃഷ്ടിച്ച ഒരു സിനിമയാണ്. അതിൻ്റെ അങ്ങനെയൊന്നും ആവശ്യമില്ല. ശരിക്കും സിനിമ കണ്ടു കഴിയുമ്പോഴാണ് അതിൻ്റെ ശരിക്കും എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. 36,000 പെൺകുട്ടികളെ ഇത്തരത്തിൽ മതം മാറ്റലിന് വിധേയമായി സിറിയയിലേക്ക് അയച്ചു എന്ന ഒരു 36,000 പരാമർശിച്ചുകൊണ്ടായിരുന്നു അന്ന് വിവാദമുണ്ടായത്. ഇത് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുകയാണ്, അല്ലെങ്കിൽ പെരുപ്പിച്ച് കാണിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ആ സിനിമ തീരുന്ന സമയങ്ങളിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്, ഇന്ത്യയിൽ ഒട്ടുക്ക് നിന്നും അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നായിട്ടും 36,000-ത്തിലധികം പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരുന്നതിനായി, മതം മാറ്റുന്നതിനായി കൊണ്ടുപോയിരിക്കുന്നത് എന്ന് പറയുന്നു. ഈ ഒരു വിവാദം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കേരളം ചർച്ച ചെയ്യുന്നത് എന്നാണ് ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യം. ഇത് കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവങ്ങളുടെ യഥാർത്ഥ ദൃശ്യാവിഷ്കാരം ആണെന്നിരിക്കെ ഇത് കേരളത്തിലുള്ള ഓരോ പെൺകുട്ടികളും കാണേണ്ടത് തന്നെയാണ്. കാണാതെ പോയത് ഒരു പെൺകുട്ടിയാണെങ്കിലും അതല്ല 36,000 പെൺകുട്ടികളാണെങ്കിലും അതിന് വലിയ വില തന്നെയാണ് ഉള്ളത്. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കേരള ജനതയിൽ നമുക്കറിയാം, ഒരു പെൺകുട്ടി, കൊച്ചു പെൺകുട്ടിയെ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും കാണാതായ മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടെത്തുന്നതിന് വേണ്ടി എന്ത് തരത്തിലാണ് അന്ന് നമ്മൾ പ്രവർത്തിച്ചതെന്ന് ഒത്തൊരുമയോടുകൂടി നിന്ന് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കുകയും അല്ലെങ്കിൽ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത് എത്രത്തോളമാണെന്ന് നമുക്കറിയാം. പക്ഷേ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളും ഈ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറെ വേദനാജനകമാണ്. കാണാതായ പെൺകുട്ടികൾ ഇപ്പോഴുമുണ്ട്. അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അല്ലെങ്കിൽ അവരുടെ വ്യാകുലതകൾ എന്തെന്ന് ആരും തിരിച്ചറിയുന്നില്ല. എന്തായാലും കേരള സ്റ്റോറി തുറന്നു വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ കേരളം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയാണെന്ന് പ്രേക്ഷകരും സമ്മതിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.